ഹായ് ഹലോ, സിജിയാണ് കേട്ടോ. കൊൽഷങ്കിച്ചിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഇൻഡോറായും ഔട്ട്ഡോറായും ഹാങ്ങിങ് ആയും സപ്പോർട്ട് കൊടുക്കുന്നൊക്കെ ഒത്തിരി ചെടികൾ നമ്മൾ വളർത്താറുണ്ടല്ലോ. ഇവയിൽ ചിലതൊക്കെ മാരകമായ വിഷച്ചെടിയാണെന്ന് എത്ര പേർക്കറിയാം? ഞാനും നിങ്ങളും ഉൾപ്പെടെ എല്ലാവരും വളരെ കോമൺ ആയിട്ട് വീടുകളിൽ വളർത്തുന്ന ആ വിഷച്ചെടികൾ ഏതൊക്കെയാണെന്നും അവയിലടങ്ങിയിരിക്കുന്ന പോയിസണസ് സബ്സ്റ്റൻസ് എന്തൊക്കെയാണെന്നും അവ മൂലം നമുക്കുണ്ടാകുന്ന പ്രോബ്ലംസ് ഏതൊക്കെയാണെന്നും ഒക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. അതിനു മുന്നേ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇഷ്ടമായാൽ തീർച്ചയായും ഒരു സപ്പോർട്ട് തരാൻ മറക്കണ്ട. നിങ്ങളുടെ പ്ലാൻ ലവേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കണ്ട. നമ്മൾ മനുഷ്യർക്കും മൃഗങ്ങൾക്കും കൈയും കാലും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് കൈയും കാലും ഉപയോഗിച്ച് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തോട്ടൊക്കെ ഓടിപ്പോകാൻ പറ്റും. എന്നാൽ നമ്മുടെ സസ്യങ്ങളുടെ കാര്യം അങ്ങനെയല്ല. അവർക്കങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തോട്ട് ഓടിപ്പോകാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ അങ്ങനെ അവർക്ക് സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഇതുപോലുള്ള ഒത്തിരി ചെടികളിലും പ്ലാന്റ്സുകളിലും ഒക്കെ കാണപ്പെടുന്നു. മരണം വരെ സംഭവിച്ചേക്കാവുന്ന പ്ലാന്റ്സുകൾ വരെ നമ്മൾ വളരെ താലോലിച്ച് ഓമനിച്ച് നമ്മുടെ ഗാർഡനിൽ വളർത്തുന്നുണ്ട്. അപ്പോൾ അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് നമ്മുടെ അലോക്കേഷ്യ പ്ലാന്റ് തന്നെയാണ്. അലോക്കേഷ്യ ഫാമിലിയിൽപ്പെട്ട ഏതൊരു പ്ലാന്റും മുഴുവനായിട്ടും പോയിസണസ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. എലിഫന്റ് ഇയർ എന്നൊക്കെ വിളിപ്പേരുള്ള ഈ ഒരു പ്ലാന്റ് ഒത്തിരി വെറൈറ്റികളിൽ അവൈലബിൾ ആണ്. നമ്മൾ ഇൻഡോറൊക്കെ ആക്കി സെറ്റ് ചെയ്യുന്ന പ്ലാന്റുകളിൽ പെട്ടതാണ് ഈ ഒരു അലോക്കേഷ്യ. ഇതിൽ മെയിനായിട്ടും അടങ്ങിയിരിക്കുന്ന കാൽഷ്യം ഓക്സലേറ്റ് എന്നുള്ള ഒരു പോയിസണസ് സബ്സ്റ്റൻസ് ആണ്. ഈ ഒരു പ്ലാന്റ് മുഴുവനായിട്ടും, അതായത് ഇതിൻ്റെ ഹോൾ പാർട്സും പോയിസണസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ പറഞ്ഞു കാൽഷ്യം ഓക്സലേറ്റ് എന്നൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ഈ ഒരു പ്ലാന്റിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് അധികമായിട്ട് നമ്മുടെ മൃഗങ്ങളോ കുട്ടികളോ ആരെങ്കിലും ഒക്കെ ചവയ്ക്കുകയോ ഉള്ളിലെത്തുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇറിറ്റേഷനും നമ്മൾ ചവയ്ക്കുന്ന സ്ഥലത്തൊക്കെ നീരൊക്കെ വന്ന് വീർത്ത് നല്ല വേദനയൊക്കെ ഉണ്ടാകും. ഇനി ഇത് വയറ്റിലാണ് ചെല്ലുന്നതൊക്കെ നന്നായിട്ടുള്ള ഡയറിയയും വോമിറ്റിങ്ങും സ്കിൻ ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാവും. അടുത്തതും ഇതുപോലെ നമ്മൾ ഇൻഡോറൊക്കെ സെറ്റ് ചെയ്ത് വളർത്തുന്ന ഒരു പ്ലാന്റാണ് സിങ്കോണിയം പ്ലാന്റ്. ഇതിനെ നമ്മൾ ആരോ ഹെഡ് പ്ലാന്റ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇതിലും അടങ്ങിയിരിക്കുന്ന പോയിസണസ് സബ്സ്റ്റൻസ് കാൽഷ്യം ഓക്സലേറ്റ് ആണ്. ഈ ഒരു പ്ലാന്റിൻ്റെയും മുഴുവനായിട്ടുള്ള പാർട്ടും വളരെ പോയിസണസ് ആയിട്ടുള്ളവയാണ്. സിങ്കോണിയത്തിൻ്റെ ഏത് ഒരു വെറൈറ്റി ആയാലും ശരി, അത് ഏത് വെറൈറ്റിയിൽപ്പെട്ട പ്ലാന്റ് ആയാലും അത് മുഴുവനായിട്ടും പോയിസണസ് ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഇത് കഴിച്ചാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബേണിംഗ് സെൻസേഷൻസും സ്കിൻ ഇറിറ്റേഷൻസും ഇച്ചിങ്ങും സ്വെല്ലിങ്ങും ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ഈ ഒരു പ്ലാന്റും. ഇങ്ങനെ പലതരത്തിലുള്ള സിങ്കോണിയം നമ്മുടെയൊക്കെ വീടുകളിൽ പലരും വളർത്താറുണ്ട്. അപ്പോൾ ഈ സിങ്കോണിയം മൊത്തത്തിൽ തന്നെ ഇതിൻ്റെ ഫാമിലിയിൽപ്പെട്ട എല്ലാ പ്ലാന്റുകളും തന്നെ പോയിസണസ് ആയിട്ടുള്ള പ്ലാന്റാണ്. ഹോൾ പാർട്ടും പോയിസണസ് ആണ്. ഇനി അടുത്തത് നമ്മുടെ പോത്തോസാണ്. മണി പ്ലാന്റ് എന്നും പോത്തോസ് എന്നും ഒക്കെ വിളിപ്പേരുള്ള പ്ലാന്റാണ്. അതിമനോഹരമായി നമ്മുടെ ഇൻഡോറും ഔട്ട്ഡോറും ഹാങ്ങിങ്ങും ഒക്കെ സെറ്റ് ചെയ്യുന്ന പ്ലാന്റാണ് പോത്തോസ്. ഏത് വെറൈറ്റി ആയാലും അതും തന്നെ ഹാംഫുള്ളാണ്. സാധാരണയായിട്ട് ഇതിൻ്റെ വള്ളികളൊക്കെ ഇങ്ങനെ താഴോട്ടൊക്കെ നമ്മൾ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് ഇട്ടിരിക്കുകയാണെങ്കിൽ അത് കുട്ടികളൊക്കെ വലിച്ച് ചിലപ്പോൾ വായിലൊക്കെ വെച്ച് കടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പോത്തോസിൻ്റെ പ്ലാന്റുകളിലും അതിൻ്റെ സ്റ്റെമ്മിലും ഇലയിലും ഒക്കെ ആയിട്ട് കാൽഷ്യം ഓക്സലേറ്റിൻ്റെ ക്രിസ്റ്റൽസ് ഉണ്ട്. ഈ ലാർജ് ക്വാണ്ടിറ്റിയിൽ ഇത് നമ്മുടെ സ്റ്റൊമക്കിലോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലോ ഒക്കെ കണ്ണിലോ ഒക്കെ പറ്റുമ്പോൾ ഇറിറ്റേഷൻസും സ്വെല്ലിങ്ങും ഒക്കെ ഉണ്ടാകാറുണ്ട്. വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ വോമിറ്റിംഗ്, ഡയറിയ മുതലായ ഇറിറ്റേഷൻസും ഒക്കെ ഉണ്ടാകാറുണ്ട്. അടുത്തത് നമ്മുടെ ഡെസേർട്ട് റോസ് എന്നറിയപ്പെടുന്ന അഡീനിയം പ്ലാന്റ് ആണ്. നിറയെ പൂക്കൾക്ക് വേണ്ടിയും ബോൺസായി ആക്കിയും ഒക്കെ വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ് ഈ ഒരു അഡീനിയം പ്ലാന്റ്. ഈ ഒരു അഡീനിയം പ്ലാന്റിൽ അടങ്ങിയിരിക്കുന്ന പോയിസണസ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് കാർഡിയാഗ്ലൈക്കോസൈഡ് ആണ്. അതായത് നമ്മുടെ ഹേർട്ടിന് തന്നെ പ്രോബ്ലം വരുന്ന ഒരു പോയിസണസ് സബ്സ്റ്റൻസ് ആണ് ഈ ഒരു പ്ലാന്റിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു പോയിസണസ് സബ്സ്റ്റൻസ് ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവാൻ വരെ ചാൻസ് ഉള്ള തരത്തിലുള്ള പ്ലാന്റുകളാണ് ഇത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ വീട്ടിൽ വയ്ക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്തത് നമ്മുടെ ഹൈഡ്രാഞ്ചിയാണ്. കണ്ടില്ലേ, നല്ല നീല കളറിലും റെഡിലും അതേപോലെ പിങ്ക് കളറിലും ഒക്കെ പൂക്കളുണ്ടാകുന്ന ഹൈഡ്രാഞ്ചിയ പ്ലാന്റാണ്. ഇതും ഒരു പോയിസണസ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. ഇതിലടങ്ങിയിരിക്കുന്ന പോയിസണസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് സയാനോജനിക് ഗ്ലൈക്കോസൈഡ് ആണ്. അതായത് സയനൈഡ് എന്നറിയുന്ന ഒരു പോയിസണസ് സബ്സ്റ്റൻസ് ആണ് ഈ ഒരു ഹൈഡ്രാഞ്ചിയയിൽ അടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ പാർട്ടും തന്നെ പോയിസണസ് ആണ്. അപ്പോൾ ഈ ഒരു ഹൈഡ്രാഞ്ചിയുടെ പോയിസൺ ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ സ്റ്റൊമക്കിലോ മറ്റോ എത്തിച്ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വയറുവേദന എടുക്കും, അതേപോലെ തലകറക്കമുണ്ടാകും, നമ്മുടെ ബോഡി ടെമ്പറേച്ചറൊക്കെ നന്നായിട്ട് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. പിന്നെ നമ്മുടെ സ്കിന്നുമായിട്ടൊക്കെ ഒരുപാട് കോൺടാക്റ്റിലേക്ക് വരുമ്പോൾ സ്കിൻ റാഷസ് ഒക്കെ ഉണ്ടാകുകയും ചെയ്യും. അടുത്തത് നമ്മുടെ വളരെ കോമൺ ആയിട്ട് എല്ലാവരും വളർത്തുന്ന പ്ലാന്റായിട്ടുള്ള സാൻസവേരിയ പ്ലാന്റ്സ് അഥവാ സ്നേക്ക് പ്ലാന്റ് ആണ്.
ഇതിലിതുപോലെ പൂക്കളൊക്കെ ഉണ്ടാകാറുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഇതിൽ ഉണ്ടാകാറുമുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റും ടോക്സിക്കാണ്. എന്നാൽ ഇത് മൈൽഡ് ആയിട്ടുള്ളൊരു ടോക്സിക് പ്ലാന്റ് ആണ്. കാരണം നമ്മുടെ കാർഡിയാക് ഗ്ലൈക്കോസൈഡൊക്കെ പോലെയുള്ള അത്രത്തോളം പോയ്സണസ് ഈ ഒരു പ്ലാന്റിന് ഇല്ല. പിന്നെ ഇത് ഉള്ളിൽ ചെയ്യുകയാണെങ്കിൽ റാഷും ഡയറിയയും വൊമിറ്റിങ്ങും സ്വെല്ലിങ്ങും ഒക്കെ ഈ ഒരു പ്ലാന്റ് ഉണ്ടാകും. ഇനി ഈ ഒരു പ്ലാന്റിൻ്റെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു പ്ലാന്റ് നല്ല ഒരു എയർ പ്യൂരിഫയർ കൂടിയാണ്. അപ്പോൾ ഈ ഒരു എയർ പ്യൂരിഫയറിനെ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല. കുട്ടികളും പെറ്റ്സുകളും ഒന്നും കടിക്കാതെ നമ്മൾ ഉയരത്തിലൊക്കെ വെക്കുക. പിന്നെ നമ്മൾ ഇതിനെയൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഗ്ലൗസ് ധരിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അടുത്തത് നമ്മുടെ ഫിലോഡെൻഡ്രോൺസുകൾ എന്തോരം വെറൈറ്റികളിലുണ്ടല്ലേ. ഒത്തിരി വെറൈറ്റികളിലുള്ള ഫിലോഡെൻഡ്രോൺസുകളുണ്ട്. ഈ ഒരു ഫിലോഡെൻഡ്രോൺ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റുകളും എല്ലാം തന്നെ മനുഷ്യനും അതേപോലെ പെറ്റ്സിനും ഒക്കെ പോയ്സണസ് ആണ്. ഇതിലും അടങ്ങിയിരിക്കുന്നത് കാൽഷ്യം ഓക്സലേറ്റ് എന്നുള്ള ഒരു സബ്സ്റ്റൻസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഫിലോഡെൻഡ്രോൺസ് കൂടുതലായി നമ്മുടെ ഉള്ളിലെത്തുകയാണെങ്കിൽ നമുക്ക് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ നമുക്ക് ബ്രീത്ത് ചെയ്യാനൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് വളർത്തുമ്പോഴും നമ്മളൊരു കുഞ്ഞു കെയറൊക്കെ എടുക്കാൻ മറക്കണ്ട. അടുത്തത് നമ്മുടെ CC പ്ലാന്റ് ആണ്. CC പ്ലാന്റ് വെരിഗേറ്റഡ് ആയാലും CC പ്ലാന്റ് ബ്ലാക്ക് ആയാലും ഇതും ഒക്കെ മൈൽഡ് ആയിട്ടുള്ള ഒരു ടോക്സിക് പ്ലാന്റ് തന്നെയാണ്. അപ്പോൾ ഇതും ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് കഴിക്കുന്ന ഭാഗമൊക്കെ നമുക്ക് ഒരു ഇറിറ്റേഷൻസ് ഉണ്ടാകും. അവിടെയൊക്കെ ഒരു സ്വെല്ലിംഗ് ഉണ്ടാകും, ഒരു വൊമിറ്റിംഗ് ടെൻഡൻസിയും ഒക്കെ നമുക്ക് ഈ ഒരു പ്ലാന്റിൻ്റെ പോയിസൺ കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഇതിലും കാൽഷ്യം ഓക്സലേറ്റ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ കാൽഷ്യം ഓക്സലേറ്റ് നമ്മുടെ വായിലൊക്കെ തട്ടിക്കുന്നത് അവിടെയൊക്കെ ഒരു തരം മരവിപ്പ് ഫീൽ ചെയ്യും. അത് ഇതിൻ്റെ ആ ഒരു പോയ്സണസ് സബ്സ്റ്റൻസ് കൊണ്ടാണ്. കാൽഷ്യം ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ആ ഒരു ഫീലൊക്കെ ഉണ്ടാകുന്നത്. പിന്നെ പണ്ട് കാലം തൊട്ടേ വളരെ പോയ്സണസ് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റ് പെട്ടതാണ് ഇത് ഡിഫൻബാക്കിയ പ്ലാന്റ്. ഈ ഒരു പ്ലാന്റിനെ ഡംകൈൻ എന്ന് വിളിക്കാറുണ്ട്. ഇതിൻ്റെ പല വെറൈറ്റികളിലുണ്ട്. അപ്പോൾ പണ്ടൊക്കെ നല്ല ഗ്രീൻ കളറുകളിൽ ഒരു വെള്ള സ്പോട്ട്സ് ഒക്കെ ആയിട്ടുള്ള ഒരു പ്ലാന്റ് വളരെ കോമൺ ആയിട്ട് പശുവൊക്കെ കഴിച്ച് മരിച്ചിട്ടുണ്ടെന്നൊക്കെ നമ്മൾ ഒത്തിരി വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. അതിന് കാരണം ഇത് തന്നെയാണ്. ഇതുപോലെ ഒത്തിരി പോയ്സണസ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ നമ്മുടെ വീടുകളിൽ നമ്മൾ ഓമനിച്ചും താലോലിച്ചും ഒക്കെ വളർത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് കഴിക്കുകയാണെങ്കിലും ആ നാക്കിലൊക്കെ ഒരു തരം മരവിപ്പും അതിവിടെ എല്ലാം നീര് വന്ന് വീർത്ത് നന്നായിട്ട് ബേൺ ചെയ്ത് നമുക്ക് ഈ ഒരു നീറ്റലടിക്കുന്ന പോലത്തെ ഫീലിങ്സ് ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഫാമിലിയിൽപ്പെട്ട പ്ലാന്റാണ്. അടുത്തത് വളരെയേറെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഈ ഇടയായിട്ട് വളരെ പോയ്സണസ് ആണെന്ന് ഒട്ടുമിക്ക വാർത്തകളിലൊക്കെ വന്ന നമ്മുടെ അരളിച്ചെടിയാണ്. ഒലിയാൻഡർ എന്ന് ഇംഗ്ലീഷ് നെയിമുള്ള ഈ ഒരു പ്ലാന്റിൽ അടങ്ങിയിരിക്കുന്ന പോയ്സണസ് സബ്സ്റ്റൻസസ് ഒലിയാൻഡ്രിൻ ആണ്. ഇതും ഒരു കാർഡിയാക് ഗ്ലൈക്കോസൈഡാണ്. കാർഡിയാക് ഗ്ലൈക്കോസുകളെല്ലാം തന്നെ അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഹാർട്ടിനായിരിക്കും. അപ്പോൾ ഇത് അധിക അളവിൽ നമ്മുടെ ഉള്ളിലൊക്കെ ചെല്ലുകയാണെങ്കിൽ ഇത് നമ്മുടെ ഹാർട്ട് റേറ്റൊക്കെ ഒന്ന് കുറയ്ക്കുകയും BP ഒക്കെ ലോ ആവും, വീക്ക്നെസ് ഉണ്ടാകും. അതേപോലെ നമ്മുടെ കണ്ണിലൊക്കെ ഇരുട്ടൊക്കെ കാര്യം നമുക്കൊരു ബ്ലേഡ് വിഷനൊക്കെ ഉണ്ടാകുകയും വോമിറ്റിംഗ് ഡയറിയവയൊക്കെ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പ്ലാന്റ് വളർത്തുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത നല്ലൊരു കളർഫുൾ സ്റ്റണ്ണിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ്സ് ആണ് കലേഡിയം പ്ലാന്റ്സുകൾ. പല പല കളറുകളിൽ ഈ ഒരു കലേഡിയം പ്ലാന്റ്സുകൾ എല്ലാവരും വളർത്തുന്നുണ്ട്. ഈ ഒരു പ്ലാന്റിൻ്റെ എല്ലാ പാർട്സും തന്നെ പോയ്സണസ് ആണ്. അതായത് ഇതിലടങ്ങിയിരിക്കുന്ന കാൽഷ്യം ഓക്സലേറ്റ് എന്നുള്ളൊരു പോയ്സണസ് സബ്സ്റ്റൻസും അടങ്ങിയിട്ടുണ്ട്. കൂടി അസ്പാർജിൻ എന്നൊരു പോയ്സണസ് ആയിട്ടുള്ള ഒരു അമിനോ ആസിഡും കൂടി ഈ ഒരു പ്ലാന്റിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ നമ്മൾ അധിക ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ഉള്ളിലൊക്കെ കഴിക്കുകയാണെങ്കിൽ ബേണിംഗ് ഇൻ മൗത്ത് ഉണ്ടാകും, തൊണ്ടയടപ്പും, നമുക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ അതേപോലെ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസും ഒക്കെ ഉണ്ടാകുന്ന പ്ലാന്റുകളിൽ പെട്ടതാണ് ഈ ഒരു കലേഡിയം പ്ലാന്റ്. കലേഡിയം പ്ലാന്റ് തന്നെ ഒത്തിരി വെറൈറ്റികളുണ്ട്. പല പല കളറുകളിൽ പല പല നല്ല ഭംഗിയുള്ള കളറുകളിലുള്ളതാണ് ഈ ഒരു കലേഡിയം പ്ലാന്റ്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് വളർത്തുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മുതിർന്നവർക്കൊക്കെ അറിയാം ഈ ഒരു പ്ലാന്റ് പോയ്സണസ് ആണെന്നുള്ളത്. എന്നാൽ കുട്ടികൾക്കും നമ്മുടെ വീടുകളിലുള്ള പെറ്റ്സുകൾക്കും ഒന്നും തന്നെ അറിയില്ല ഈ ഒരു പ്ലാന്റ് പോയ്സണസ് ആണ്. അവർക്ക് കയ്യെത്തുന്ന തരത്തിൽ, അതായത് കുട്ടികൾക്കും പെറ്റ്സുകൾക്കും ഒക്കെ വളരെ ഈസി ആയിട്ട് കയ്യെത്തത്തക്ക തരത്തിൽ നമ്മൾ ഈ പ്ലാന്റുകളെ പ്ലേസ് ചെയ്യാതിരിക്കുക. ഈ പ്ലാന്റുകളെ നല്ല ഹൈറ്റിലൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാം. പിന്നെ ഈ പ്ലാന്റുകളെ നമ്മൾ പുഴുത് കളയണമോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ ഗ്ലൗസോ മറ്റോ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞ് നന്നായിട്ട് കൈയൊക്കെ വാഷ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ പോയ്സണസ് എന്ന് പറഞ്ഞ ഈ പ്ലാന്റ്സിൽപ്പെട്ട ഒത്തിരി പ്ലാന്റ്സുകൾ നല്ല എയർ പ്യൂരിഫയർ പ്ലാന്റുകൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റുകളെ നമുക്ക് വലിച്ചെറിയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കുറച്ച് കെയറൊക്കെ കൊടുത്താൽ മതി. അത് കുട്ടികളൊക്കെ വലിച്ച് വായിൽ വെക്കാതെയും ചവയ്ക്കാതെയും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ മുതിർന്നവർ ഇതിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഗ്ലൗസ് ഒക്കെ ധരിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഇതിൻ്റെ പോയ്സണസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഒഴിവാക്കാം. നമ്മൾ തന്നെ അറിയാതെ നമ്മൾ വളർത്തുന്ന പോയ്സണസ് ആയിട്ടുള്ള ചെടികളെ കുറിച്ച് അവയെ എങ്ങനെ നമുക്ക് സംരക്ഷിക്കാം എന്നൊക്കെയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമന്റ് അത് രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പോൾ ഇതിലും മനോഹരവും യൂസ്ഫുള്ളുമായിട്ടുള്ള മറ്റു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം സിജി. താങ്ക് യു ഫോർ വാച്ചിങ്.